കുറേ ദിവസമായല്ലേ നമ്മൾ ഓക്കെ ഒപ്പോണൻ്റ് എന്തായാലും വന്നിട്ടുണ്ട്. കുറേ ദിവസമായി നമ്മൾ ഗെയിം പ്ലേ ഇട്ടിട്ട് ഗൈസ്. എൻ്റെ മോനെ നോക്കാം. ഇനി മുതലൊന്നും കൂടി കോൺസിസ്റ്റൻ്റ് ആവേണ്ടി വരും തോന്നുന്നു. ഡിവിഷൻ 3 ആണ് ഒപ്പോണൻ്റ്. ഞാൻ ഭയങ്കരമായിട്ട് ഉഴപ്പുന്നുണ്ട് ഗൈസ്. ഉഴപ്പുന്നല്ല, ടൈമിങ്ങിൻ്റെ മിസ്റ്റേക്കാണ്. ഓക്കെ, നല്ല അത്യാവശ്യം ഓക്കെയാണ്. ഒപ്പോണൻറ്റ് സ്കോഡ് അടിപൊളിയല്ലോ. അപ്പം നമ്മൾ മാച്ച് തുടങ്ങുന്നുണ്ട് ഗൈസ്. ഗെയിം പ്ലേ ഇടാൻ വേണ്ടി ടൈം കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഇപ്പോൾ കളിക്കൽ തന്നെ കുറവാണ്. ഇതിപ്പോൾ തന്നെ എത്രാമത്തെ വീക്കായിട്ടാണ് ഞാൻ കളിക്കുന്നതെന്ന് നോക്കി. സീനാണ്. നമുക്ക് നോക്കാം ഗൈസ്. മുടിയൊന്നും നോക്കണ്ട, എന്തെങ്കിലും ഗോളായിട്ടുണ്ട്. അതോടെ പോയേ. ഹിയർ വി ഗോ. മാൾഡിനി, കമോൺ. കോസ്റ്റ, മാൾഡിനി. ഗെയിം പ്ലേ ഒക്കെ ടച്ച് വിട്ടോ എന്തോ. റൊമാരിയോ, ലൗട്ടേറോ, റൊമാരിയോ. സംഭവം ബോൾ മിസ്സായി, പക്ഷെ അവനെങ്ങനെ ഷൂട്ട് ചെയ്ത് അറിയില്ല. പക്ഷെ അതും പുറത്തേക്ക്. നല്ലതാ. എന്താ മുടി ഇങ്ങനെ. എന്നാലും മാച്ച് ഹിയർ വി ഗോ ഗൈസ്. നമ്മൾ എല്ലാ രീതിയിലും ജയിക്കണം, എന്നാലേ സ്റ്റാർട്ടിങ് കിട്ടുള്ളൂ. അല്ലേ പൊട്ടി പണ്ടാരടങ്ങും. സ്റ്റാർട്ടിങ്ങിൽ പൊട്ടിയാൽ പിന്നെ നോക്കിയേ വേണ്ട, ഫുള്ള് തോൽവിയായിരിക്കും. ഗ്രീസ്മാനൊക്കെ വേസ്റ്റഡാണിപ്പോൾ. വലിയ കളിയൊന്നുമില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് അങ്ങനെ ഇപ്പം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയട്ടെ. അതായത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഗെയിം പ്ലേ എന്താണോ എങ്ങനെയാണോ പോകുന്നത് അതേപോലെ ആയിരിക്കും നമുക്ക് ആ എൻ്റയർ ഫേസിൽ കളിക്കാൻ കഴിയുക. അതായത് ഇപ്പം നിങ്ങൾ റാങ്ക് പുഷ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 2-3 കളി പൊട്ടി നിങ്ങളെ പെർസെൻറ്റേജ് കുറഞ്ഞിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ നിങ്ങൾ ആ ഫേസിൽ നല്ല രീതിയിൽ പോകും. പക്ഷെ നിങ്ങൾ നേരെ തിരിച്ച് എല്ലാം വിന്നായി വരുവാണെങ്കിൽ നല്ല മാറ്റമുണ്ട്. ഓക്കെ, ഹിയർ വി ഗോ. നല്ല പാസ് കൊടുക്കടാ. അതെന്താ ഇതാണ് ഞാൻ പറഞ്ഞ ഐസ്. എൻ്റെ വൈഫൈൻ്റെ പ്രശ്നമാണ്. അതല്ലെങ്കിൽ നല്ല രീതിയിൽ വൺ ടച്ച് ഇട്ടിട്ട് അത് പോകുമായിരുന്നു. ഞാൻ എപ്പോൾ ഇട്ടതാ അറിയാം പാസ്. ഏറ്റവും ഗോള് തീർന്ന് മുടിഞ്ഞ് ഗൈസ്. മുടിഞ്ഞിട്ട് അയ്യോ, ഷോക്ക് അടിക്കുന്നുണ്ട്. ഇത് പ്രാന്ത്. അതെങ്ങനെടാ പാസ് പോകേണ്ടത്. എനിക്കിതാണ് ഗൈസ്, എൻ്റെ വൈഫൈയിൽ ഡിലേ ഇഷ്യൂ ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത്രയും മില്ലി സെക്കൻഡുള്ള ഡിലേ ആണ്. പക്ഷെ അത് തന്നെ വലിയ പ്രശ്നമാണ്. വൺ ടച്ച് ഇട്ട് കളിക്കാനില്ല. മെയിൻ സംഭവം അതാണ്, വൺ ടച്ച് കളിക്കാനില്ല. പിന്നെ സ്കില്ലിടുമ്പോൾ ടൈമിങ്ങിന് കറക്റ്റ് ആവില്ല. എൻ്റെ ജിയോ ഫൈബർ അടിച്ചു പോയി ഗൈസ്. ലൈവാണ്, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായേനെ. കമോൺ. ഇല്ല, ആ പാസ്സൊക്കെ നേർത്തിയിട്ടുണ്ടതാ. ഒരു ടച്ച് ചെയ്യണ്ടുള്ളൂ, പക്ഷെ അത് ടൈം എടുത്തിട്ട് അവൻ്റെ കാലിലിട്ട് കൊടുക്കും. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കറക്റ്റ് മനസ്സിലാവൂല. റൊമാരിയോ എടാ, അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഡെന്നിസ് ബെർണാഡിൻ്റെ ഗെയിം പ്ലേ അല്ല അങ്ങനെ ആരെങ്കിലും ഗെയിം പ്ലേ എടുത്ത് നോക്ക്. അപ്പോൾ അവരെ ആ ഒരു സ്മൂത്ത് വൺ ടച്ച് പാസിങ്ങും എൻ്റെ വൺ ടച്ച് പാസിങ്ങും ജസ്റ്റ് ഒന്ന് ഓക്കെ. റൊമാരിയോ ടച്ച്. റൊമാരിയോ ഏത് ഗോളാണ് അത്. ഫസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് മാറ്റിയതാ. അപ്പം രണ്ടാമത്തെ ആളെ കിട്ടുമ്പോൾ ഉറപ്പിച്ച് മാറ്റാൻ കഴിയുമെന്ന്. റൊമാരിയോ ഗൈസ്, സീന് ഗോള്. റൊമാരിയോ വൺ ടച്ച് ബാക്ക് ടു ഗ്രീസ്മാൻ. നൈസ് ലൗട്ടേറോ. ഇറ്റ്സ് ഓൾ അബൌട്ട് റൊമാരിയോ മാൻ. പാസിങ് ഉണ്ടായിരുന്നു റൊമാരിയോൻ്റെ. അവിടെ 2 ഗോള് മിനിറ്റ് വെച്ച് അടിച്ചിട്ടാ. അത് നോക്കിയാൽ വൺ ടച്ച് കളിച്ചാണ്ടിരുന്നു റൊമാരിയോ. പൊളി. ഈ കളി റൊമാരിയോ തന്നെയാണ്. തമ്മിലിൽ ആളായി. സെക്കൻഡ് ഹാഫ് നോക്കണം കുറച്ച് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിട്ട്. അപ്പോൾ തമ്മിൽ വെക്കാം. ഏറ്റവും സീനാണല്ലോ. കിക്ക് ഓഫ് ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഫണിയാവും. മറഡോണ. ഓക്കെ. പെനാൾട്ടിയാ. എടാ അതെന്ത് തേങ്ങയാടാ, പുറത്തുനിന്നല്ല ആക്കിയത്. എടുക്കൂലേ. എടാ അതെങ്ങനെടാ അത് പെനാൾട്ടി ആവുന്നേ. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് പുറത്തായ പോലെ തോന്നിയ വയസ്സ്. നിങ്ങൾ എന്തായാലും അത് നോക്കിയിട്ട് കമന്റ് ചെയ്ത് പറ. ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല. മൂഡ് പോയടാ ലൊട്ട. ഇതാണ് ഭ്രാന്ത് പിടിക്കുക. കമോൺ ലൊട്ടേറോ. ഈസിയുടെ എടുക്കടാ. റൊണാൾഡോ. മൾഡിനി പൊളി. ഓക്കെ, നൈസ്.
അത് വൺ ടച്ചിൽ എന്ത് സ്ലോ ആയിട്ടാണ് കൊടുക്കുന്നത്. ഏട്ടാ ത്രൂ ബോൾ സ്കില്ലുള്ള പ്ലെയറാണ് ലൗട്ടറിൻ്റെ. ഞാൻ ത്രൂ ബോൾ ആഡ് ചെയ്തതാ, എന്നിട്ട് വരെ വൃത്തിയായിട്ട വാസം ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ 2-2 തേങ്ങ. അതുകൊണ്ട് കിക്ക് ഓഫ് കുറച്ച് സീനാണ്, അതുകൊണ്ട് ഫുൾ ഡിഫൻസ് ഇട്ടിട്ടുണ്ട്. അതാ പോന്ന, എന്നിട്ടും പോന്നാ ഇവിടെ പിടിക്കടാ. ഓ നൈസ് നൈസ്. റൊമാരിയോ വൺ ടച്ച്. റൊമാരിയോ ഓടും. എടാ കിട്ടി കമോൺ. ഗ്രീസ്മാൻ പുറകിലേക്ക് വന്നിട്ടുണ്ട്. അത് മെസ്സി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചിലപ്പോൾ ഉള്ളിലേക്ക് അങ്ങ് വന്നേനെ. ഫുള്ള് മാറ്റട്ടെ. പ്രാന്ത് അങ്ങോട്ട് പിടിക്കും. യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ എൻ്റെ ലാംഗ്വേജ് മാറുന്നു ഗൈസ്. സ്ലാങ് ഒക്കെ മാറുന്നു, കണ്ണൂരൊക്കെ പോകുന്നു. കമോൺ. ഇതാരാ? ഗ്യാസ്കോയിനാ? ഡൊണാറുമ്പോ നല്ലൊരു സേവ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിപ്പം ഒരു നല്ല കംബാക്കിൽ അങ്ങ് തീർന്നേനെ. എടാ എന്താടാ ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല കളിയായിരുന്നല്ലോ റൊമാരിയോ. എന്ത് ഇതിങ്ങനെ ഈ കളി തീരെ എനിക്ക് വണ്ടച്ചിടാൻ കഴിയുന്നില്ലല്ലോ. സൽസശാപം കഴിയുന്നില്ല ഗൈസ്. അതുകൊണ്ടാണ് ഒരു എനർജി ഒന്നും ഇല്ലാത്ത. എണീച്ചപാടായോണ്ടാണ് ആയിരിക്കാം. എടാ മള്ളിനി. ഓക്കെ നൈസ്. റൊമാരിയോ കൂട്ട്. ഇതാണ് പറഞ്ഞടാ, എനിക്ക് പാസ് ഇട്ട് കളിക്കാന്നിരിക്കുമ്പോൾ അതൊന്നും നടക്കുന്നില്ല. നെയ്മർ എടാ നൈസ്. നെയ്മർ വൺ ടച്ച്. റൊമാരിയോ ഓടൂലേ? ഓടുമായിരിക്കണം. യെസ് റൊമാരിയോ. ക്രോസ്. ലൗട്ടറോ മാർട്ടിനസ് ഗൈസ്. ഫൈനലി 3-2. അവൻ്റെ സെലിബ്രേഷൻ. ഈസി ഗോൾ. നമ്മളെ 3-2 ആക്കിയിട്ടുണ്ട്. റൊമാരിയോ കിടിലം വൺ ടച്ച് വാസ്. അഗെയിൻ റൊമാരിയോ. അവിടെ ഇതിൽ റൊമാരിയോ പക്ഷേ എനിക്കൊന്ന് മാൻ ഓഫ് ദ മാച്ച് ലൗട്ടറോ കൊണ്ട് പോകുന്നു. ആൾറെഡി ഇടുന്നാലും മെസ്സി കാണ്ടേ വേണ്ട. Here we go guys. Too petit. Pedri, Musiala, Romario. Back to Romario. എടാ റൊമാരിയോ. ഹാലൻഡ്. അതും കൂടി റൊമാരിയോ അസിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാൻ ഓഫ് ദ മാച്ച് ആവുമായിരുന്നു. പക്ഷെ ലൗട്ടാറോ കൊണ്ടുപോകാൻ നല്ല ചാൻസ് ഉണ്ട്. വേറെ 2 ഗോളങ്ങാറ്റ് അടിച്ച്. ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. ഒന്ന് കിടിലമ്പോഴത്തെ ഒരു സ്കിൽഫുൾ ആയിട്ടുള്ള സ്കില്ലല്ല, ഡ്രിബിളിങ് ആയിട്ടുള്ള ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയാക്കിയല്ലേ അത്. ഓ ഇയാടെ ഇതെന്ത് തേങ്ങയടാ. എടാ ഞാൻ അടിക്കുന്നല്ലേ, ഒന്ന് തിരിച്ചടിക്കണ്ടല്ലോ. അറ്റാക്കിങ് ഇട ഗൈസ്. തേങ്ങാത്തല ഇത്. ഗോള് പഠിക്കുന്നില്ല. കമോൺ. റൊമാരിയോ ഫൗളാ. മെസ്സി ഫൗളാക്കിയോടാനാ. കൊണാമി എനിക്കെതിരല്ലോ ഈ കളി. കമോൺ മെസ്സി. ഇയാളെ ഇതെന്താടാ. ഗ്യാസ്കോയിൻ ക്രോസ്. അവിടെ നിന്നൊക്കെ ക്രോസാ. നൈസ് റൊമാരിയോ. ഗോളടിക്കോടോ. ഓടാൻ കഴിയില്ലല്ലോ. പക്ഷെ എന്നാലും ഓടി ഗൈസ്. പക്ഷെ അത്രയല്ലേ കഴിയുള്ളൂ. ഒരു ഗോൾ എങ്ങനെ അടിക്കും. ഓക്കെ ഹാലൻഡ്. റൊമാരിയോ നടക്കുന്നില്ലടോ. ഈ കളി റൊമാരിയോ നല്ല എഫേർട്ട് ഇട്ട് കളിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഞാൻ കളിപ്പിക്കുന്നതിനെക്കാട്ടും അടിപൊളി. അത് ഓക്കെ മുസിയാല. റൊമാരിയോ അഗൈൻ അസിസ്റ്റ്. സീന് കൊളാസോ. പക്ഷേ സ്കിപ്പായിരിക്കും. യെസ് റൊമാരിയോ വീണ്ടും അസിസ്റ്റ്. ഇത് കൊണ്ടുപോയി. അതേപോലെ സൂപ്പർ സബ് മുസിയാല. നല്ല ഇനി കുറച്ച് ഡിഫൻസ് ഒന്ന് നോക്കിയാൽ മതി. ഇതും കൂടി തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിലേ തീർന്നേ. ഓക്കെ റൊമാരിയോ. ഓ എടി ഇവന്. ഹാലൻഡ് വീണ്ടും അസിസ്റ്റ്. 4 അസിസ്റ്റാ അല്ലേ? ഒരു ക്രോസ്. ഇപ്പോൾ ഒരു ഹാലൻഡ്, ഒന്ന് മുസിയാലക്ക്, പിന്നൊന്നെന്തായിരുന്നു
Señoras, señores, amigos del ഓർമ്മയില്ല. fútbol, ampliaron la ventaja 2. ഓക്കെ, നെയ്മർ അല്ല മുസിയാലൊക്കെ ഒന്ന് കൊടുത്തു, ഹാലൻഡ് ഒന്ന് കൊടുത്തു, ഒരു ക്രോസ്. ഓക്കെ ഫൈനലി കളി നമ്മൾ ജയിച്ചിട്ടുണ്ടായി. 5-3. എന്ത് കളിയാണ് ഇത്? അടിയോടടിയായിരുന്നു. അങ്ങോട്ടടിക്കുക ഇങ്ങോട്ടടിക്കുക, അങ്ങോട്ടടിക്കുക ഇങ്ങോട്ടടിക്കുക. അങ്ങനെ അവസാനം ഞാൻ 2 ഗോളും കൂടി അടിച്ചിട്ട് അതങ്ങ് മറ്റേ എന്താ പറയുക, അലുവന്നെ വന്നിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നതെന്ന് അറിയില്ല. ചെറിയോൺ ടോപ്പ്. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ലൗട്ടാറോ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് നോക്കിയാൽ 3 ആളും, ഹാലൻഡ് 7.0, ലൗട്ടാറോ 7.5, റൊമാരിയോ 7.5 അല്ലേ. യെസ്, അപ്പം നമ്മൾ കളി ജയിച്ചിട്ടുണ്ടായി. എത്ര പ്ലസ് ആവും? 26 പ്ലസ് ആയിട്ടുണ്ട്. റോഡ് ടു ഡിവിഷൻ 1 ആണ്. അപ്പോൾ അത്രേ ആയിട്ടുള്ളൂ. നമ്മൾ മെല്ലെ മെല്ലെ പുഷ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം റൊമാരിയോൻ്റെ ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പ്രോഗ്രഷൻ പോയിൻ്റ് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അൺടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.